നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SCRT 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ പാഠമാണ്. അതായത് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം. അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. എന്താണ്? പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. അപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അതായത് എന്താണ് ഒരു ശുദ്ധ പദാർത്ഥം, അല്ലെങ്കിൽ എന്താണ് ഒരു മിശ്രിതം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആറ്റം എന്താണ്, തന്മാത്ര എന്താണ്? അപ്പോൾ നമ്മൾ ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ അടിസ്ഥാനപരമായി നമ്മൾ സയൻസ് പഠിച്ചു വരുമ്പോൾ പറഞ്ഞു പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം, അല്ലേ? അപ്പോൾ ആ ഒരു ഡൗട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ 6ാം ക്ലാസ്സിലെ 5ാമത്തെ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ദേ ഒരു കൊച്ചുകുട്ടി അവന്റെ അച്ഛനോട് ഒരു സംശയം ചോദിക്കുകയാണ്. എന്താണ്? അച്ഛാ, ഇതെന്താ പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയിരിക്കുന്നത്? അപ്പൊ ഈ ഒരു പലഹാരം നമ്മുടെ മിക്സ്ചർ, അല്ലേ? നമ്മൾ മിക്സ്ചർ എന്ന് നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന നമ്മുടെ മിക്സ്ചർ, ഈ മിക്സ്ചറിൽ എന്തിനാണ് ഇങ്ങനെ പല പല എല്ലാ വസ്തുക്കളും ചേർത്തിളക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു, പലഹാരത്തിന്റെ ഈ പലഹാരത്തിന്റെ പ്രത്യേകതയാണ് മോനെ ഇത്. അതാണ് ഇതിന്റെ പേരായിട്ട് പിന്നീട് മാറിയത്, അല്ലേ? അതിൽ നമുക്കറിയാം, കപ്പലണ്ടിയുണ്ട്, പരിപ്പുണ്ട്, പിന്നെ എന്താണ് അതിൽ ചെറിയ ചിപ്സ് കാണും, പക്കവട ഉണ്ടാവും. അപ്പൊ എല്ലാം ചേർന്ന ഒരു മിശ്രിതം, അല്ലേ? ഒരു മിശ്രിതം എന്താണ്? എല്ലാം ചേർന്ന ഒരു മിശ്രിതം, അതാണ് എല്ലാം ചേർന്ന ഒരു മിക്സ്ചർ, അതാണ് ആ മിക്സ്ചർ. നമ്മുടെ മിക്സ്ചറിൽ പോലും ഒരു സയൻസ് കിടപ്പുണ്ട്, നമ്മുടെ മിക്സ്ചറിലും ഒരു സയൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ്? എല്ലാം ചേർന്ന ഒരു മിശ്രിതം, അതാണ് നമ്മുടെ മിക്സ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, കോൺക്രീറ്റ്, കോമ്പോസ്റ്റ്, മിക്സ്ചർ, സലാഡ്, മാങ്ങ അച്ചാറ്, ഇവയിലെല്ലാം ഒന്നിലധികം പദാർത്ഥം നമ്മുടെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം എന്താണ്? മിശ്രിതങ്ങളാണ്. ഇവയെല്ലാം മിശ്രിതങ്ങളാണ്. ഇതുപോലെ ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന, എന്താണ്? ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മിക്സ്ചറിന്റെ പേര് അത് വരാനുള്ള കാരണം എന്താണ്? അതിൽ ഒന്നിലധികം പദാർത്ഥങ്ങളുണ്ട്, ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ അഥവാ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന് എന്തുണ്ടാകുന്നു? മിശ്രിതങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ എല്ലാ ദിവസവും ഒരു മിശ്രിതം, അല്ലേ? നമ്മൾ എന്താണ് ചായ കുടിക്കാറില്ലേ? ചായയിൽ പഞ്ചസാര ഇട്ടിളക്കാറില്ലേ? നമ്മൾ വെറുതെയെങ്കിലും ഉപ്പ് വെള്ളം ഉണ്ടാക്കാറില്ലേ? ഇതെല്ലാം എന്താണ്? മിശ്രിതമാണ്. ഖരവസ്തുക്കൾ എന്താണ്? ലായനിയിൽ അലിഞ്ഞു ചേരുന്നു, ദ്രാവക വസ്തുക്കളിൽ അലിഞ്ഞു ചേരുന്നു, അങ്ങനെ മിശ്രിതങ്ങൾ ഉണ്ടാകുന്നു. അത് മാത്രമാണോ അവിടെ മിശ്രിതം എന്ന് പറയുന്നത്? അതായത് ഒരു ദ്രാവക വസ്തുവിൽ, ഒരു ലിക്വിഡിൽ ഒരു സോളിഡ് അലിഞ്ഞു ചേരുമ്പോൾ മാത്രമാണോ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് ഉണ്ടാകുന്നത്? അല്ല, അല്ലേ? അങ്ങനെ മാത്രമല്ല, നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ, അല്ലെ? നമ്മുടെ സ്വർണ്ണാഭരണങ്ങളായാലും മറ്റ് ആഭരണങ്ങളായാലും എല്ലാം മിക്സ്ചർ അല്ലേടെ. സ്വർണം നമുക്കറിയാം 916 എന്താണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും. എങ്കിലും എല്ലാവർക്കും അറിയാം അത് ശുദ്ധം, അത് കംപ്ലീറ്റ് സ്വർണ്ണമല്ല, അതിൽ കുറച്ച് മറ്റ് ലോഹങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ട്. അതുപോലെ ഖരവസ്തുക്കളും ചേർന്ന മിശ്രിതങ്ങളുണ്ട്. ഖരവസ്തുവും ചേർന്നത്, റവയും ഉപ്പും കലർന്നത്. രാവിലെ നമ്മൾ എന്താണ് ഉപ്പുമാവിന്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഉപ്പുമാവിന് കുഴയ്ക്കാറില്ല, നമ്മൾ വെള്ളത്തിലോട്ട് ഇടുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് പുട്ടിന് മാവ് കുഴയ്ക്കുന്നു, എന്ത് ചെയ്യുന്നു? ആദ്യം കുറച്ച് ഉപ്പിടുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗോതമ്പ് പൊടി ഇടുകയാണല്ലേ. ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അതൊരു മിശ്രിതമല്ലേ? എന്താണ്? ഉപ്പിന്റെയും ഗോതമ്പ് പൊടിയുടെയും ഒരു മിശ്രിതം. അത് രണ്ട് ഖരവസ്തുക്കളല്ലേടെ. ഉപ്പൊരു ഖരവസ്തുവാണ്, അതുപോലെ ആ ഗോതമ്പ് പൊടിയും നല്ല ചെറിയ പൊടിയാണെങ്കിലും അതും ഒരു ഖരവസ്തുവാണല്ലേ. അപ്പോൾ അത് രണ്ടും ചേർന്നു. അപ്പോൾ ഖരവസ്തുക്കളും ചേർന്ന് എന്തുണ്ടാകാറുണ്ട്? മിശ്രിതങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന് മിശ്രിതങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണമെങ്കിലല്ല, ഒരു വെറൈറ്റിക്ക് നമ്മൾ ചെയ്യാറുണ്ടല്ലേ. എന്താണ്? നാരങ്ങാ വെള്ളം
അതിലെന്താണ്? ഒന്ന് വെള്ളമുണ്ട്, പിന്നെ നാരങ്ങാ നീരുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഉപ്പും പഞ്ചസാരയും ഇട്ട് കുടിക്കാറില്ലേ? ഉപ്പും പഞ്ചസാരയും. അപ്പോൾ അതിൽ ഒന്നിലധികം ഖരവസ്തുക്കൾ ലയിച്ചു ചേർന്ന ഒരു ദ്രാവകമായി മാറുകയല്ലേ അത്? ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പ് വെള്ളത്തിൽ ലയിച്ചത്. എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപ്പ് വെള്ളത്തിൽ ലയിച്ചത്. ആ വെള്ളത്തിൽ ഓൾറെഡി ഉപ്പ് ലയിച്ചു ചേർന്നൊരു മിശ്രിതമായി മാറിയിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ഒരു ലായനിയിൽ, ഒരു ദ്രാവകത്തിൽ ലയിച്ചു ചേർന്നു. ദ്രാവകം എന്ന് തന്നെ പറയാം, ലായനിയല്ല, ദ്രാവകമാണ്. ഒരു ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന് എന്തുണ്ടാകാറുണ്ട്? മിശ്രിതങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ചിലരുടെയെങ്കിലും മനസ്സിൽ എന്താണ്, ഒരു ദ്രാവക വസ്തുവും ഒരു ഖരവസ്തുവും ചേരുന്നതാണ് ഒരു മിശ്രിതം എന്ന് ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെയല്ല, രണ്ട് ദ്രാവകങ്ങൾ ചേർന്ന് മിശ്രിതം ഉണ്ടാകാറുണ്ട്, രണ്ട് ഖരവസ്തുക്കൾ ചേർന്ന് മിശ്രിതങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ദ്രാവകത്തിൽ ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ലയിച്ചു ചേർന്നും നമുക്ക് എന്തുണ്ടാക്കാം? മിശ്രിതങ്ങൾ ഉണ്ടാക്കാം. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്നു എന്ന് മാത്രമേ നമുക്ക് മിശ്രിതങ്ങൾക്ക് കണ്ടീഷൻ ഉള്ളൂ. അതെന്ത് വസ്തുവും, അത് ഏത് തരം വസ്തുവുമാകാം, ഒന്നിലധികം ഉണ്ടായിരിക്കണം. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മിശ്രിതങ്ങൾ അങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റില്ല. ആ ഒരു മിശ്രിതം എന്ന് പറയുമ്പോൾ നമ്മൾ ദ്രാവകവും എന്ന് പറഞ്ഞു, ഖരവും എന്ന് പറഞ്ഞു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇനി അങ്ങോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ? മിശ്രിതങ്ങളെ കുറിച്ച് നമുക്ക് ചില അന്വേഷണങ്ങൾ നടത്താമെന്ന് പറയുന്നു. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ. നമ്മൾ മിച്ചർ കഴിക്കില്ലേടെ? മിച്ചർ വാങ്ങി വെച്ചിട്ട് ചിലർക്ക്, എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരു പരിപാടി. എന്തെന്നറിയാവോ? ആദ്യം അതിലെ കപ്പലണ്ടി ഉറക്കി തിന്നും. അപ്പൊ അതിലെ ആ ഒരു ഘടക പദാർത്ഥം, ഒരു ഘടകമല്ലേടെ ആ കപ്പലണ്ടി, അതിനെ എനിക്ക് കൃത്യമായിട്ടും കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൽ ആ ചെറിയ കടല പിറക്കി തിന്നും. അത് കഴിഞ്ഞിട്ടായിരിക്കും ആ കൊമ്പ് പോലെ നീണ്ടത്, അല്ലെങ്കിൽ അതിൽ വളരെ റയറായിട്ട് കാണുന്ന ചിപ്സ് ഒക്കെ അതിൽ നിന്ന് പിറക്കി കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ ഘടകങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങളുണ്ട്. എല്ലാ ഘടകങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ. അതുപോലെ എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളുമുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഉപ്പ് വെള്ളത്തിലെ വെള്ളം നമുക്ക് കാണാം. അതിൽ അലിഞ്ഞു ചേർന്ന ഉപ്പിന് നമുക്ക് കാണാൻ പറ്റുമോ? കംപ്ലീറ്റ് ആയിട്ട് ലയിച്ച് ചേർന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ ചെറുതായിട്ട് കലക്കിയതല്ല. കംപ്ലീറ്റ് ആയിട്ട് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതിൽ ഉപ്പിന് നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത്തരം കണ്ടെത്തലുകളൊക്കെ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി അവതരിപ്പിക്കൂ എന്നാണ് നമ്മുടെ കൊച്ചു മക്കളോട് പറയുന്നത്. എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ. ചോക്കുപൊടി കലർത്തിയ വെള്ളം. നമുക്കറിയാം, നമ്മൾ ചോക്കുപൊടി വെള്ളത്തിൽ എത്ര കലർത്തിയാലും ആ ചോക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാറില്ല? അതിൽ അലിഞ്ഞു ചേരാറില്ല അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു ചേരാറില്ല. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ എത്രയൊക്കെ എടുത്താലും അതിന്റെ ഉള്ളിൽ എന്തുണ്ടാകും? ചോറിന്റെ വറ്റ് കാണും അല്ലെ? ഏറ്റവും മുകളിലായിരിക്കും അത് തെളിഞ്ഞിരിക്കും. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ ചോറിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടക്കും. അതൊരു മിശ്രിതമല്ലേടെ? പിന്നെ എല്ലാ പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതം നമ്മൾ പറഞ്ഞു. ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, അതുപോലെ നമുക്ക് പാല്, ചായ പറയണ്ട, അതൊരു മിശ്രിതം തന്നെയാണ്. ചായ ഒരു മിശ്രിതം തന്നെയാണ്. അതിൽ നമുക്ക് എല്ലാ പദാർത്ഥങ്ങളും കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതങ്ങ് ലയിച്ചു ചേർന്ന് അതിൽ പാലിനെയും നമുക്ക് കാണാൻ കഴിയില്ല, അതിലൊഴിക്കുന്ന വെള്ളത്തിനെയും നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ? കംപ്ലീറ്റ് എല്ലാം കൂടി കലർന്നിട്ട് ഒരു പദാർത്ഥം ചായ എന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് മിശ്രിതങ്ങൾ തന്നെ എല്ലാം കാണാൻ കഴിയുന്ന മിശ്രിതങ്ങളുമുണ്ട്. എല്ലാ പദാർത്ഥങ്ങളും, എല്ലാ ഘടകങ്ങൾ എന്ന് തന്നെ പറയുക, എല്ലാ ഘടകങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളുമുണ്ട്. അപ്പൊ മിശ്രിതം എന്ന് പറയുമ്പോൾ ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങൾ ചേർന്നതാണ് മിശ്രിതം. അതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങളുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു മിശ്രിതം എന്ന് വിളിക്കാം അല്ലേ? അപ്പൊ നമ്മൾ പലതരം മിശ്രിതങ്ങൾ പഠിച്ചല്ലേ? അതായത് നമുക്ക് എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും ഒക്കെ നമ്മൾ പഠിച്ചു. ചിലതിൽ എന്താണ്? ചിലവയിൽ ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയല്ലേ? ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ചു ചേർന്നു അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അവയെ എന്തെന്നാ പറയുന്നേ? ലായനികൾ എന്ന് പറയാറുണ്ട് അല്ലേ? ഒന്ന് മറ്റൊന്നിൽ ലയിച്ചു ചേരുക. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്ന് എന്തുണ്ടാകുന്നു? ലായനികൾ. രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ
ലയിച്ചു ചേർന്നുണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. എന്താണ്? രണ്ട് പദാർത്ഥങ്ങൾ, ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങൾ ചേരുമ്പോൾ ഒരു മിശ്രിതം ഉണ്ടാകുന്നു. ആ മിശ്രിതങ്ങളിൽ തന്നെ എന്താണ്? പദാർത്ഥങ്ങൾ തമ്മിൽ ലയിച്ചു ചേരുകയാണെങ്കിൽ അപ്പോൾ ലായനി ഒരു മിശ്രിതമാണ്. എങ്ങനെയുള്ള മിശ്രിതമാണ്? പദാർത്ഥങ്ങൾ തമ്മിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്ന മിശ്രിതങ്ങളാണ് ലായനികൾ. അതിൽ ലയിച്ചു ചേരുന്ന വസ്തുവിനെ, ലയിച്ചു ചേരുന്ന, അതായത് വെള്ളത്തിലിടുന്ന ഉപ്പ്, ആ ഉപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലീനം എന്ന് പറയുന്നു. ലയിച്ചു ചേരുന്ന, അലിഞ്ഞു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. അത് ഏതിലാണോ അലിഞ്ഞു ചേർന്നത്? നമ്മുടെ വെള്ളം അല്ലെ, വെള്ളത്തിലല്ലേ നമ്മൾ ഉപ്പിട്ടത്? അപ്പോൾ വെള്ളത്തിലാണ് ഉപ്പ് അലിഞ്ഞു ചേർന്നത്. ഏതിലാണോ അത് അലിഞ്ഞു ചേർന്നത് അതിനെ ലായകം എന്ന് പറയുന്നു. അപ്പൊ ലീനം, ലായകത്തിൽ ലയിച്ചു ചേർന്ന് എന്തുണ്ടാകുന്നു? ലായനി ഉണ്ടാകുന്നു. ലീനം, ലായകത്തിൽ ലയിച്ചു ചേർന്ന ഒരു ലായനി ഉണ്ടാകുന്നു. ലായനി ഒരു മിശ്രിതമാണ്. ഇതെല്ലാം മിശ്രിതത്തിന്റെ ഭാഗമാണ്. പഠിച്ച് അങ്ങോട്ട് പോകുമ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക, ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു എന്താണ്? മിശ്രിതമാണ്. ലായനി ഒന്നിൽ കൂടുതൽ വേണം. ഒരു ലീനവും ഒരു ലായകവും വേണം. രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു ലായനി രൂപപ്പെടുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്ന് ലായനി ഉണ്ടാകുന്നു. ലായനികൾ തന്നെ പലതരം. നമുക്ക് ലായനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ദേ ഇവിടെ നോക്കിക്കേ, ഖര ദ്രാവക ലായനി. അപ്പൊ ലായനി എന്ന് കേൾക്കുമ്പോൾ അത് ലിക്വിഡ് ആയിരിക്കും എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിക്കോളൂ. ദേ പലതരം ലായനികൾ, ഒന്ന് മറ്റൊന്നിൽ ലയിച്ചു ചേരണം എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ഖര ദ്രാവക ലായനി, അതാണ് നമ്മുടെ ഉപ്പും വെള്ളവും ഖര ദ്രാവക ലായനി അല്ലേടെ. അടുത്തത് ദ്രാവക ലായനി. ദ്രാവക ലായനി, രണ്ട് ദ്രാവകങ്ങൾ ചേരുന്നു. ദ്രാവക ലായനി. വേണമെങ്കിൽ നമുക്ക് എന്താണ്? പാലിൽ നമ്മൾ വെള്ളം ഒഴിക്കാറില്ലേടെ? ശുദ്ധമായ പാലിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെള്ളം ഒഴിക്കാറുണ്ട്. അല്ലെങ്കിൽ വിനാഗിരി ഒരു ദ്രാവക ലായനിയാണ് അല്ലേ? രണ്ട് ആസിഡ് ഒക്കെ ചേർന്നിട്ടല്ലേടെ ഇതുണ്ടാകുന്നത്. നമ്മുടെ എന്താണ്? നമ്മൾ പല ആസിഡുകളെയും നമ്മൾ ഒരുമിച്ച് ചേർക്കാറുണ്ട്. അടുത്തത് എന്താണ്? വാതക ദ്രാവക ലായനി എന്ന് പറയുമ്പോൾ നമ്മുടെ സോഡാ വെള്ളം എന്താണ്? സോഡാ വെള്ളം നമ്മുടെ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാണ് നമ്മൾ സോഡാ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പൊ ജലവും കാർബൺ ഡൈ ഓക്സൈഡും വാതക ദ്രാവക ലായനി. നമ്മൾ കുടിക്കുന്ന സോഡയൊക്കെ ഇല്ലേ, നമ്മൾ 7-അപ്പും പെപ്സിയും കോളയും ഒക്കെ വാങ്ങി കുടിക്കാറില്ലേ? അതിൽ ഗ്യാസും കൂടെ അടങ്ങിയിട്ടില്ലേടെ? അതെന്താണ്? വാതക ദ്രാവക ലായനിയാണ്. അടുത്തത് വാതക ലായനി. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ വായു എന്താണ്? വാതക ലായനിയാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ വായു എന്താണ്? വാതക ലായനിയാണ്. രണ്ട് വാതകങ്ങൾ ചേർന്ന് ഒരു വാതകം ഉണ്ടായാൽ അതൊരു വാതക ലായനിയാണ്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബണും ഓക്സിജനും ചേർന്നിട്ടല്ലേ ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അതാണ് ഒരു വാതക ലായനി. അപ്പൊ അതാണ് വാതക ലായനി. നമ്മുടെ വായു തന്നെ പറയാം. നമ്മുടെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എന്ന് വേണ്ട സകലമാന വായു കണങ്ങളും ഉണ്ടല്ലേ? മറ്റ് വായുവും പിന്നെ മറ്റ് പൊടിപടലങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചേരുമ്പോൾ വേറെ ആയി മാറും. എല്ലാ വാതകങ്ങളും നമ്മുടെ അന്തരീക്ഷ വായുവിലുണ്ട്. അപ്പോൾ അതൊരു വാതക ലായനിയാണ്. അപ്പൊ ഇനി വെള്ളം മാത്രമാണ് ലായനി എന്ന് ആരും കരുതരുത്. ഖര ദ്രാവക ലായനിയുണ്ട്, ദ്രാവക ലായനിയുണ്ട്, വാതക ദ്രാവക ലായനിയുണ്ട്, വാതക ലായനിയുണ്ട്. അപ്പൊ മിശ്രിതം നമ്മൾ പഠിച്ചു. അതിൽ നിന്നും ലായനി എന്തെന്ന് പഠിച്ചു? വിവിധ തരം ലായനികളും നമ്മൾ അറിഞ്ഞു. അതെ, മറ്റൊരു വൈവിധ്യമാർന്ന ഒരു ലായനി നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലായനി ഇതേ കിടക്കുന്നു. ഒരു ലായനി. എന്താണ് ഈ ലായനി എന്ന് നമുക്ക് നോക്കാം. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഉണ്ട് അല്ലേടെ? വാതകം എന്ത് ചെയ്യുന്നു? വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ച് ഒരു ലായനി ഉണ്ടാകുന്നു. അതുപോലെ ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിപ്പിച്ചും എന്തുണ്ടാകുന്നു? ലായനി ഉണ്ടാകുന്നു. അപ്പോൾ പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന
ലായനി ഒരു ഖരവാതക ലായനിയാണ്. അപ്പൊ എന്താണ് ഒരു ഖരവാതക ലായനിക്ക് നമുക്കൊരു എക്സാമ്പിൾ തരികയാണ്. എന്തൊക്കെയാണ്? പല്ലേഡിയം എന്ന ഒരു ഖരവസ്തുവും ഹൈഡ്രജൻ വാതകവും ചേർന്ന ഒരു ലായനി ഉണ്ടാകുന്നു. ഇത് ഒരു ഖരവാതക ലായനിയാണ്. ചിലരെങ്കിലും ചോദിക്കും, അങ്ങനെയെങ്കിൽ പല്ലേഡിയവും ഹൈഡ്രജനും ചേരുമ്പോൾ ഒരു മിശ്രിതമായി മാറുകയല്ലേ? മിശ്രിതമാണ്. ലായനി എന്താ പറഞ്ഞേ? ഒന്ന് മറ്റൊന്നിൽ ലയിച്ചു ചേരണം. ഹൈഡ്രജൻ ഒരു വായുവാണ്, അത് എന്ത് ചെയ്യും? അത് പല്ലേഡിയത്തിൽ ലയിച്ചു ചേരും. നമുക്ക് അതിന്റെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല, ലയിച്ചു ചേരും. അതിനെയാണ് നമ്മൾ ലായനി എന്ന് പറയുന്നത്. ഉറപ്പിച്ചു വെക്കുക. അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് ഡൗട്ട് ആകരുത്. എന്താണ്? ഒരു വസ്തു മറ്റൊന്നിൽ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങളാണ് ലായനികൾ. ഓക്കെ. അപ്പൊ പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. എന്താണ് പറഞ്ഞത്? നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ ഇടുന്ന സ്വർണ്ണാഭരണങ്ങളായാലും വെള്ളി ആഭരണങ്ങളായാലും മറ്റ് എന്ത് ആഭരണങ്ങളായാലും അതൊന്നും ഒരു ലോഹത്തിന്റെയും പ്യൂറസ്റ്റ് ഫോമിൽ ഉണ്ടാക്കി തരുന്നതല്ല, അല്ലേ? അത് പല ലോഹങ്ങളുടെ ഒരു സംയുക്തമാണല്ലേ? പല ലോഹങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നതാണ്. അതിന്റെ ഒരു ഘടകത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേർതിരിച്ചറിയാനാകില്ല. അപ്പൊ ഇതെന്താണ്? ഒരു ഖരലായനികളാണ്. അവയെല്ലാം ഒരു ഖരലായനിയാണ്. 916 സ്വർണം എന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ സ്വർണ്ണക്കടയിൽ പോകും, നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും 916 ഹോൾമാർക്ക് ഉണ്ടോ. അതല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ എന്തായാലും ഹോൾമാർക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പണയം വെക്കാൻ പോകുന്നു. നമ്മൾ സ്വർണം പണയം വെക്കാറില്ലേടെ? പണയം വെക്കുമ്പോൾ അവിടുത്തെ ആൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ലെൻസ് എടുത്ത് വെച്ചിട്ട് സൂക്ഷിച്ചു നോക്കും. എന്താണ്? 916 ഉണ്ടോ എന്ന്. 916 ഉള്ളതാണ് നമ്മുടെ ആഭരണങ്ങൾ, അല്ലെ? സ്വർണ്ണാഭരണങ്ങൾ. അപ്പൊ എന്താണ് ഈ 916? വെറുതെ അങ്ങ് ഇട്ടേക്കുന്നതാണോ ഈ 916 എന്ന് പറയുന്നത്? വെറുതെ ഇട്ടേക്കുന്നതല്ല, അതിന്റെ ഘടക പദാർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നതാണ് 916 സ്വർണ്ണാഭരണം. ഇപ്പൊ അതല്ലാത്ത സ്വർണ്ണം ഇല്ലേടെ? എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ചും കൂടി 916 അല്ലാത്ത കുറച്ചുകൂടെ കുറഞ്ഞ ഗോൾഡ് ഒക്കെ ഉണ്ട്, കുറച്ചുകൂടി കുറഞ്ഞത്. അതിന് തിരിച്ചു കൊടുക്കുമ്പോഴും വില കുറവാണ്, നല്ല വില കുറവാണ്. ഗോൾഡിന്റെ വില ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ 916 എന്താണ്? 916 എന്ന് പറയുന്നത് അതിൽ 916 ഗ്രാം സ്വർണമാണ്. അതെന്താണ്? 1000 ഗ്രാമിൽ 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങൾ. എന്താണ്? 84 ഗ്രാം മറ്റു ലോഹങ്ങളും 916 ഗ്രാം സ്വർണവുമുള്ള ആ ഒരു ലോഹക്കൂട്ടിനെയാണ് നമ്മൾ 916 സ്വർണ്ണാഭരണം എന്ന് പറയുന്നത്. അതിൽ 84 ഗ്രാം മറ്റു ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വെള്ളിയും ചെമ്പുമാണുള്ളത്. ഏതൊക്കെ ലോഹങ്ങളാണ്? വെള്ളിയും ചെമ്പും. 84 ഗ്രാം ഭാഗം അവിടെ വരുന്നത് വെള്ളിയും ചെമ്പുമാണ്. 916 ഗ്രാം ആണ് സ്വർണം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ചേരുമ്പോഴാണ് 916 സ്വർണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എന്താണ്? ഒരു ലായനിയാണല്ലേ? ഒരു ലായനിയാണ്. അതിൽ സ്വർണത്തിൽ മറ്റ് 2 ഖരപദാർത്ഥങ്ങളായിട്ടുള്ള വെള്ളിയും ചെമ്പും ലയിച്ചു ചേർന്നിരിക്കുന്നു, അല്ലേ? നമുക്ക് എവിടെയെങ്കിലും അറിയാൻ പറ്റൂടെ? നമ്മുടെ സ്വർണ്ണമാലയിലോ കമ്മലിലോ വളയിലോ ഏതിലെങ്കിലും നമുക്ക് എവിടെയെങ്കിലും വെള്ളിയും ചെമ്പും കാണാൻ പറ്റുമോ? നമ്മൾ ഏത് കടയിൽ കൊണ്ട് ഏത് തട്ടാൻ്റെ അടുത്ത് ചെന്ന് ഉരച്ചു നോക്കിയാലും സ്വർണ്ണമല്ലേ അതിൽ കാണുന്നത്? കൂടുതൽ നമ്മൾ നോക്കുമ്പോഴും സ്വർണ്ണമല്ലേ കാണുന്നത്? അതിന്റെ കാര്യം എന്താണ്? ഈ 2 ലോഹവും വെള്ളിയും ചെമ്പും എന്ത് ചെയ്തിരിക്കുകയാണ്? അതിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഖരലായനിയാണ് നമ്മുടെ സ്വർണ്ണാഭരണം എന്ന് പറയുന്നത്. സെറ്റല്ലേടെ? അടുത്തത് നമുക്ക് നോക്കാം. ഇത് നോക്കിക്കേ, ഇനി നമ്മുടെ മിശ്രിതങ്ങളിലെ വേറൊരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് നോക്കിക്കേ, പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു ചേർന്ന വെള്ളം. വിവിധ ഭാഗത്തെ രുചി. മുകൾ ഭാഗത്ത് എങ്ങനെയായിരിക്കും ഇവിടെ? പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളത്തിന്റെ മുകൾ ഭാഗത്തെ രുചി എന്തായിരിക്കും ഇവിടെ? മധുരം തന്നെ ആയിരിക്കില്ലേ? മുകൾ ഭാഗം മധുരമായിരിക്കും, കാരണം കംപ്ലീറ്റ് അലിഞ്ഞു. മധ്യഭാഗമോ? നമ്മളത് കുടിക്കുകയെന്ന് വിചാരിച്ചോ? മധ്യഭാഗമോ? അവിടെയും
മധുരം തന്നെയല്ലേടേ? നമ്മളത് എന്താണ് കംപ്ലീറ്റ് ലയിച്ച് ചേർന്ന് നമ്മൾ അലിഞ്ഞ വെള്ളമല്ലേ കുടിക്കുന്നത്? മധുരം തന്നെയാണ്. അടിഭാഗം ഏറ്റവും അവസാനം എത്തിയാലും അവിടെയും എന്ത് തന്നെയാണ്? അവിടെയും മധുരം തന്നെയാണ്. ഒരേ രീതിയിലുള്ള മധുരം തന്നെയായിരിക്കും മുകൾ ഭാഗത്തും മധ്യഭാഗത്തും അടിഭാഗത്തും. എന്നാൽ പഞ്ചസാര ഇളക്കി ചേർത്ത വെള്ളം, ചിലര് നാരങ്ങ പിഴിയുന്ന കണ്ടിട്ടില്ലേ? നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ടിട്ട് അലീസല്ല തരുന്നത്, ഇളക്കി അങ്ങ് തരും. അപ്പൊ നമുക്ക് ആദ്യം കുടിക്കുമ്പോൾ എന്താ, കുറെ പഞ്ചസാര ഇട്ടിട്ട് കലക്കുകയാണെങ്കിൽ ആദ്യമേ നല്ല മധുരം കിട്ടും കേട്ടോ. അടിയിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര മധുരം. അപ്പൊ ആദ്യം ചെല്ലുമ്പോൾ എന്താണ്? ആദ്യം ചെല്ലുമ്പോൾ മധുരമുണ്ട്. അതൊന്ന് ഇളക്കി ചേർത്തതിന്റെ ഒരു ചെറിയ മധുരം അല്ലേ, അല്ലെങ്കിൽ ചെറിയ മധുരം എന്ന് തന്നെ പറയാം. ഇളക്കിയതിന്റെ ഒരു ചെറിയ മധുരം, ഒന്ന് ഇളക്കി ചേർത്ത ചെറിയ മധുരം. മധ്യഭാഗത്ത് എന്താണ്? മധ്യഭാഗത്ത് കുറച്ചുകൂടി മധുരം ഉണ്ടാകും അല്ലേ? മധ്യഭാഗത്ത് കുറച്ചുകൂടി മധുരം ഉണ്ടായിരിക്കും. അടിഭാഗത്ത് പഞ്ചസാര അങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലെ? അടിഭാഗത്ത് പഞ്ചസാര കുറച്ചുകൂടി നല്ല രീതിയിൽ ലയിച്ചും ചേർന്നിട്ടുണ്ടാകും. അടിഭാഗത്ത് എന്തായിരിക്കും? നല്ല മധുരമായിരിക്കും അല്ലെ? അടിഭാഗത്ത് നല്ല മധുരമായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. നന്നായി ഇളക്കി ചേർത്ത പഞ്ചസാര ലായനിയിൽ എല്ലായിടത്തും, അതിനി എത്ര ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാലും അതിലെല്ലായിടത്തും എത്ര കപ്പിൽ പകർന്നാലും ഒരുപോലത്തെ മധുരമായിരിക്കും അല്ലേ? എന്നാൽ ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ലായനിയുടെ ഓരോ ഭാഗത്തും ഓരോ ലായനി ആയിരിക്കും. നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര കലക്കി നമ്മൾ എന്ത് കുടിക്കും? നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അവസാനത്തെ വെള്ളം കുടിക്കാനായിരിക്കും അവർക്ക് തിടുക്കം. കാര്യം എന്താണ്? അങ്ങ് തീരാറാവുമ്പോൾ മധുരം കൂടുതലാണല്ലേ? ആദ്യം മധുരം കുറവായിരിക്കും. കാരണം എന്താണ്? അലിഞ്ഞിട്ടില്ല, നമ്മൾ ഇളക്കി ചേർത്താ കൊടുക്കുന്നത്. അപ്പൊ അടിയിലോട്ട് ചെല്ലുന്തോറും അവിടെ മധുരം കൂടുതലായിരിക്കും. രണ്ടിലും ഘടക പദാർത്ഥങ്ങൾ ഒന്ന് തന്നെയല്ലേടെ? പഞ്ചസാരയും വെള്ളവും തന്നെയല്ലേ? പിന്നെന്താ? എന്നിട്ടും എന്താണ് രുചി വ്യത്യാസം? എന്താണ്? അത് ലയിച്ചു ചേർന്നിട്ടില്ല അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല? അത് അലിഞ്ഞു ചേർന്നിട്ടില്ല. അത് ജസ്റ്റ് ഇളക്കിയിട്ടേ ഉള്ളൂ. ആ പഞ്ചസാരയുടെ തന്മാത്രകൾ എല്ലാ ജലതന്മാത്രകളുമായിട്ടും അവിടെ എന്ത് ചേർന്നിട്ടില്ല? ലയിച്ചു ചേർന്നിട്ടില്ല. അലിഞ്ഞു ചേർന്ന വെള്ളത്തിലാണെങ്കിൽ പഞ്ചസാരയുടെ തന്മാത്ര എല്ലാ ജലതന്മാത്രയുടെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളത്തിലെ കംപ്ലീറ്റ് ജലതന്മാത്രയിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. എന്നാൽ ഇളക്കി ചേർത്തതാണെങ്കിലോ എല്ലായിടത്തും അത് അലിഞ്ഞു ചേർന്നിട്ടില്ല. അപ്പൊ ഇവിടെ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. അതായത് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അതായത് നമ്മൾ പഞ്ചസാര വെള്ളം കുടിച്ചില്ലേ? ലയിച്ചു ചേർന്ന വെള്ളം എവിടെ കുടിച്ചാൽ അതിൽ ഒരേ മധുരം. എന്നാൽ ഇളക്കി ചേർത്ത വെള്ളം പലയിടത്തും പല സ്വഭാവം. ചെറിയ മധുരം, കുറച്ചുകൂടെ മധുരം, നല്ല മധുരം, അങ്ങനെ പലയിടത്തും പല സ്വഭാവം. അതാണ് ഭിന്നാത്മക മിശ്രിതം. നമുക്ക് നോക്കാം. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ്. നമ്മൾ മൊത്തത്തിൽ അലിഞ്ഞു ചേർന്ന പഞ്ചസാര വെള്ളം അല്ലെ, എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണുള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവം. നമ്മൾ ആദ്യം കുടിച്ചപ്പോൾ ചെറിയ മധുരം, പിന്നെ കുടിക്കുമ്പോൾ കുറച്ചുകൂടെ മധുരം, ഏറ്റവും അവസാനം നല്ല മധുരം, ഓരോ ഭാഗങ്ങളിലും ഓരോ സ്വഭാവമാണെങ്കിൽ ഇത്തരം മിശ്രിതങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മളൊരു ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണെങ്കിൽ അതിനെ ഏകാത്മക മിശ്രിതം എന്നും, ഓരോ ഭാഗത്തും പല ഗുണങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഗുണങ്ങളാണെങ്കിൽ അവയെ നമ്മൾ ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്നും വിളിക്കുന്നു. ക്ലിയർ അല്ലേടെ? പഞ്ചസാര നന്നായിട്ട് ലയിച്ചു ചേർന്ന വെള്ളവും പഞ്ചസാര ഇളക്കി ചേർത്ത വെള്ളവും, പഞ്ചസാര നന്നായി ലയിച്ചു ചേർന്നത് ഏകാത്മക മിശ്രിതവും, ഇളക്കി ചേർത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതവുമാണ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ലീനത്തിന്റെ ഒളിച്ചുകളി നമുക്കൊന്ന് നോക്കിയാലോ? അതായത് ലായനിയിൽ ലീനം കംപ്ലീറ്റ് ആയിട്ട് ലയിച്ചു ചേർന്നില്ല എന്നല്ലേ പറഞ്ഞത്? പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ട്. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നപ്പോൾ പഞ്ചസാര നമുക്ക് കാണാൻ സാധിച്ചോടെ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ പഞ്ചസാര? ആരും കണ്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പഞ്ചസാര നമുക്ക് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതായത്
അതായത് ഒരു പ്ലാസ്റ്റിക് ഭരണി എടുത്ത് അതിൽ കുറച്ച് മെറ്റൽ ഇട്ട് നന്നായിട്ട് കുലുക്കണം. എന്നിട്ട് ആ മെറ്റലിന്റെ അളവ് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ചെറുപയർ ഇടണം. എന്നിട്ട് വീണ്ടും ഇളക്കണം. ഇപ്പൊ മെറ്റലിന്റെ ഉയരം കൂടില്ലേ, കാരണം പയറും കൂടെ ചേരുമ്പോൾ അതിന്റെ ഉയരം കൂടി. എങ്ങനെയാണ് അതിന്റെ ഉയരം കൂടിയത്? നിങ്ങൾ ഒന്ന് ആലോചിക്കേ. നമ്മളൊരു പാത്രത്തിൽ കുറെ മെറ്റൽ എടുത്തോ, കുറെ മെറ്റൽ ഇതേ കല്ലുകൾ ഇങ്ങനെ കിടക്കുവാണ്. കുറെ കല്ലുകൾ എടുത്തു, അതിലേക്ക് നമ്മൾ കുറച്ച് പയർ മണി ഇടുകയാണ്. പയറിട്ടിട്ട് വീണ്ടും കുലുക്കും. പയറിട്ടിട്ട് വീണ്ടും കുലുക്കുമ്പോൾ എന്ത് പറ്റൂടെ? ഇതിന്റെയൊക്കെ ഇടയിൽ പയർ മണികൾ കയറിയിരിക്കും അല്ലേ? ഇതിന്റെയൊക്കെ ഇടയിൽ പയർ മണികൾ കയറി എടുക്കും. അപ്പം മെറ്റലിന് ഇരിക്കേണ്ട സ്ഥലം മുകളിലേക്ക് പോകും അല്ലേ? കാരണം ഇടയ്ക്കൊക്കെ എന്ത് വരും? പയർ മണി വരും. ഇടയ്ക്കൊക്കെ പയർ മണി വന്നിട്ട് മെറ്റലിന്റെ സീറ്റ് മുകളിലേക്ക് വരും. അപ്പൊ ഇത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. എന്താണ്? നമ്മുടെ വെള്ളം, നമ്മൾ വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ വെള്ളം എന്താടേ? വെള്ളം H2O അല്ലേ? നമ്മുടെ ഈ വെള്ളം, ഈ H2ന്റെ ഇടയിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ പഞ്ചസാരയുടെ തന്മാത്രകൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുത്തിത്തിരിക്കി കയറി വരും. ഈ മെറ്റലിന്റെ ഇടയ്ക്ക് ഈ പയറുമണി കയറി ഇരിക്കുന്നത് പോലെ ഈ വെള്ളത്തിന്റെ ഇടയ്ക്ക് എന്ത് കയറിയിരിക്കും? നമ്മുടെ പഞ്ചസാരയുടെ തന്മാത്രകൾ കയറിയിരിക്കും. ഇതാണ് നമുക്ക് ആ പഞ്ചസാരയെ കാണാൻ പറ്റാത്തത്. ഇവിടെ നമുക്ക് കല്ലുകൾ നല്ല രീതിയിൽ കണ്ടുകൂടെ? നന്നായിട്ട് കാണാം. എന്നാൽ പയറുമണി ഇടയ്ക്കൊക്കെ അല്ലേ ഇരിക്കുന്നത്? അതിന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഇതിപ്പം രണ്ടും ഖരമായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് പയറുമണീനെ അത്ര നന്നായിട്ട് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ എന്ത് ചെയ്യും? നമ്മുടെ ഈ ജലത്തിൽ എന്ത് ചെയ്യും? ജലതന്മാത്രകൾക്കിടയിലേക്ക് ഈ പഞ്ചസാരയുടെ തന്മാത്രകൾ പോയി ഒളിച്ചിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നോക്കുക, ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി അമർത്തിയ ശേഷം ഭരണിയിൽ മെറ്റലിൽ നിൽക്കുന്ന ഉയരം നോക്കൂ. അത് കഴിഞ്ഞ് ചെറുപയർ ഭരണിയിലിട്ട് കുലുക്കിയ ശേഷം, റവ ഭരണിയിലിട്ട് നന്നായി കുലുക്കിയ ശേഷം, അതായത് ഇങ്ങനെ ഓരോന്നിട്ട് കുലുക്കുമ്പോഴും അതിന്റെ ഉയരം കൂടിക്കൂടി വരും. കാരണം അതിന്റെ ഇടയിലൊക്കെ ഇത് കയറില്ലേ? റവയൊക്കെ അതിന്റെ ഇടയിലൊക്കെ കയറി പോകില്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് മെറ്റലിനിടയിൽ ചെറുപയറിനും ഇവയ്ക്കിടയിൽ റവത്തരികൾക്കും നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ പരീക്ഷണത്തിൽ മെറ്റലുകൾക്കിടയിൽ മറ്റു രണ്ട് വസ്തുക്കളും ഇടം പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ എത്ര ഇട്ടാലും എന്ത് ചെയ്യും? ഈ മെറ്റലിന്റെ ഇടയിൽ അത് ഇങ്ങനെ ചെറിയ മണികൾ കയറി ഇരിക്കുന്നത് പോലെ നമ്മളിനി എന്തൊക്കെ പദാർത്ഥങ്ങൾ ഇട്ടാലും അവയെല്ലാം ഇങ്ങനെ ഒരു മിശ്രിതമായിട്ട് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ ഇങ്ങനെ മെറ്റലിന്റെ അടിയിൽ ഇത് കയറി ഇരിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഇളക്കി ചേർക്കുക. ഈ മെറ്റലിന്റെ ഇടയിൽ റവയുടെ തരികളും പയറുമണികളും കയറി ഇരിക്കുന്നത് പോലെ തന്നെയാണ് വെള്ളത്തിൽ എന്ത് ചേരുന്നത്? പഞ്ചസാര ചേരുന്നത്. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയിൽ പഞ്ചസാരയുണ്ട്. അതെന്ത് ചെയ്യാണ്? ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഓക്കെ. അതടുത്ത് നമ്മുടെ പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകം. പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകം എന്തൊക്കെയാണ്? നമ്മുടെ പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകം എന്ന് നമുക്ക് നോക്കാം. പഞ്ചസാര ലായനിയിലെ പഞ്ചസാരയുടെ കണങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? എല്ലാ ഭാഗത്തും മധുരമുണ്ടാകും. പഞ്ചസാര എത്ര ചെറിയ തരികളായാണ് ജലത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ പഞ്ചസാര തരികളായിട്ടാണ് ലയിച്ച് ചേർന്നിരിക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതൊന്നും നമുക്ക് വേണ്ട. നോക്കിക്കേ, പഞ്ചസാര പൊടിച്ച് അതിനെ ചെറിയ കണികകളാക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അത് എത്ര കണികകൾ നമ്മൾ സ്കൂളിൽ പഠിക്കാറില്ലേടെ? അതിനെ ഇനി പൊടിച്ച് എല്ലാം മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയുന്ന വളരെ ചെറിയ പഞ്ചസാരപ്പൊടി, മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ കഴിയാത്ത പഞ്ചസാരപ്പൊടി, അങ്ങനെ എത്ര ചെറിയ പഞ്ചസാര പൊടി ആക്കിയാലും അതിന്റെ സ്വഭാവം എന്ത് തന്നെ ആയിരിക്കും? ഇവിടെ മധുരം തന്നെ ആയിരിക്കില്ലേ? അതിനെ ഇനി എത്രത്തോളം നമ്മൾ ചെറുതാക്കിയാലും, എത്ര ചെറിയ പൊടികളാക്കി മാറ്റിയാലും അതിന്റെ സ്വഭാവം എന്ത് തന്നെയായിരിക്കും? മധുരം തന്നെയായിരിക്കും. അതായത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പിലൂടെ വ്യക്തമാകാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പഞ്ചസാരയെ നമുക്ക് കണികകളാക്കാൻ പറ്റും. അങ്ങനെ കണികകളാക്കി അതിന്റെ മധുരമുള്ള ഏറ്റവും ചെറിയ കണിക അല്ലേ? പഞ്ചസാരയ്ക്ക് മധുരമാണ്. അതിന്റെ മധുരമുള്ള ഏറ്റവും ചെറിയ കണിക, മധുരം എന്ന ഗുണമുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആ പഞ്ചസാരയുടെ തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ കണികയെയാണ്
അതിൻ്റെ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ ഘടകം എന്താണ്? ഒരു പദാർത്ഥം എന്ന് പറയുന്നത് തന്മാത്രകളാൽ നിർമ്മിതമാണ്. പദാർത്ഥങ്ങൾ എന്താൽ നിർമ്മിതമാണ്? തന്മാത്രകളാൽ നിർമ്മിതമാണ്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മളിങ്ങനെ വാട്ടർ വരച്ച് പഠിക്കില്ലേടെ? H2O, വേറൊരു H2O, വേറൊരു H2O, ഇങ്ങനെ എന്താണ്? ഇതാണ് ഒരു ജലതന്മാത്ര. ഒരു ജലതന്മാത്ര എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നതാണെന്ന് നമുക്കറിയാം. അങ്ങനെ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമുള്ള പലതരം ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? വെള്ളം ഉണ്ടാകുന്നത്, അല്ലേ? ഒരു ജലം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. അധിക വായനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കണാദനെ പറ്റി പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുത്തുന്നതെന്ന് ആര് വിശ്വസിച്ചു? കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. അപ്പോൾ കണാദൻ എന്താ പറഞ്ഞത്? എല്ലാ പദാർത്ഥങ്ങളും നമുക്ക് അങ്ങോട്ട് വിഭജിക്കാൻ കഴിയാത്ത ചെറിയ ചെറിയ സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? കണാദൻ. എന്നിട്ട് ആ സൂക്ഷ്മ കണങ്ങൾക്ക് അദ്ദേഹം എന്തെന്ന് പേര് നൽകി? പരമാണു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. പരമാണു എന്ന് പേര് നൽകി. കണാദൻ പറഞ്ഞ ഏറ്റവും ചെറിയ കണിക ഏതാണടെ? പരമാണു ആണ്. പരമാണു സിദ്ധാന്തമാണ് ആര് കൊണ്ടുവന്നത്? കണാദൻ കൊണ്ടുവന്നത്. ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുന്നതാണ്. ഓക്കെ. നാം ശ്വസിക്കുന്ന വായു ഒരു മിശ്രിതമാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ആ മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. നമ്മുടെ വായുവിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ശ്വസിച്ച് കയറ്റുന്ന നമ്മുടെ മൂക്കിലേക്ക് ഇപ്പൊ നമ്മളൊരു വായു കയറ്റിക്കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം നൈട്രജൻ ഉണ്ടാകും? 78% നൈട്രജനും 0.04% കാർബൺ ഡൈ ഓക്സൈഡ്. എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡ്? 0.04%. SCERT ടെക്സ്റ്റുകൾ പ്രകാരം 0.04% ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ ഓക്സിജൻ എത്രയാണ്? 21%. ഓക്സിജൻ ഉള്ളത്. മറ്റുള്ളവ എത്രയാണ്? 0.96%. അപ്പോൾ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇത് മൂന്നുമാണ് ഇതിൽ പ്രധാനമായിട്ടും തന്നിട്ടുള്ളത്. വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. 78% നൈട്രജൻ, 0.04% കാർബൺ ഡൈ ഓക്സൈഡ്, 21% ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. ഇതിൽ ഏതെങ്കിലും ഘടകത്തിന്റെ ആ ഒരു തോത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തുലിതാവസ്ഥ മൊത്തത്തിൽ കുറയും കേട്ടോ. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അന്തരീക്ഷത്തിൽ കൂടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്, അല്ലെ? സാധാരണഗതിയിൽ ഇതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതിൽ അധികമാകുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന സ്ഥലമാണ് ഡൽഹിയിൽ നിലവിൽ അവർ എന്ത് ചെയ്തെന്നോ? അവിടെ വർക്ക് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും പൊതുമേഖലകളിലായാലും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണ്? അവിടെ ഈ തോതിലല്ല അവിടുത്തെ വാതകങ്ങളുടെ അളവ്. 78% നൈട്രജനും 0.04% കാർബൺ ഡൈ ഓക്സൈഡും 21% ഓക്സിജനും അല്ല. അവിടുത്തെ വായു പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ചില വസ്തുക്കളെല്ലാം കൂടി കലർന്ന് നമുക്ക് അപകടകരമാവുന്ന രീതിയിലേക്ക് അവിടുത്തെ വായു മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കമൊക്കെ ഡൽഹിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴൊക്കെ നമ്മൾ അവിടെ ചെന്ന് നിന്ന് ആ പുകയൊക്കെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പലതരം അസുഖങ്ങളും ഉണ്ടാകും കേട്ടോ. തന്മാത്രകൾ അടുത്തും അകന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഖര, ദ്രാവക, വാതക അവസ്ഥകളിലെ തന്മാത്രകളുടെ ആ ഒരു അറേഞ്ച്മെന്റ്, അല്ലെ? ഖരപദാർത്ഥങ്ങളിൽ അതെന്ത് ചെയ്യും? ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും, അല്ലേ? കാരണം അവിടെ തന്മാത്രകൾ തമ്മിൽ എന്തുണ്ടാകില്ല? ഗ്യാപ്പ് ഉണ്ടാകില്ല. അതിനെ ഇങ്ങനെ അടുക്കി ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കും.
വെച്ചിരിക്കുന്നു. പക്ഷെ ദ്രാവകങ്ങളാണെങ്കിലോ കുറച്ചൊക്കെ സ്ഥലമുണ്ട്, അവർക്കിടയിൽ അവയുടെ തന്മാത്രകൾക്കിടയിൽ എന്താണ് കുറച്ചൊക്കെ സ്ഥലമുണ്ട്, അതെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാനുള്ള സ്ഥലമുണ്ട്. വാതകം നോക്കുകയാണെങ്കിലോ ഒരുപാട് സ്ഥലമുണ്ട് അല്ലെ, വിശാലമാണ്, എങ്ങോട്ട് വേണേലും പോവാം. ഗ്യാസ് നമ്മൾ സോഡയൊക്കെ തുറക്കുമ്പോൾ അതിലെ ഗ്യാസ് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന കണ്ടിട്ടില്ലേ, അതെന്താണ്, അതിന് വിശാലമായിട്ട് എങ്ങോട്ട് വേണേലും പോകാം അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു എന്താണ് നമ്മുടെ തന്മാത്രകളുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഖരപദാർത്ഥങ്ങളിൽ ക്ലോസ്ലി പാക്ഡ് ആണ്, ദ്രാവകങ്ങളാണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാകും, വാതകങ്ങളിലാണെങ്കിൽ എന്താണ് കുറേ സ്പേസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ദ്രാവകങ്ങൾ എന്താണ് ഒഴുകി നടക്കുന്നത്. അതിന് എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്, അതിന്റെ ഈ ഒരു തന്മാത്രകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അല്ലേ. നമുക്കല്ല ഖരപദാർത്ഥം പറ്റുമോ അതേ ഷേപ്പിലുള്ളതിലോട്ടല്ലേ അതെടുത്ത് വെക്കാൻ പറ്റൂ, വേറെ ഏതെങ്കിലും എടുത്ത് വെക്കാൻ പറ്റുമോടെ, കറക്റ്റായിട്ട് ഇരിക്കത്തില്ല അല്ലേ. അപ്പൊ ദ്രാവകങ്ങളാണ് അതുകൊണ്ട് ഒഴുകി നടക്കുന്നത് അല്ലേ. ഒഴുകി നടക്കാൻ സഹായിക്കുന്നത് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ്. വാതകം നമ്മളിങ്ങനെ ഗ്യാസ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ അന്തരീക്ഷത്തിൽ മൊത്തം വ്യാപിക്കാൻ കാരണം എന്താണ്, അതിന്റെ ഈ ഒരു തന്മാത്രയുടെ അറേഞ്ച്മെന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു തന്മാത്രയുടെ അറേഞ്ച്മെന്റ് കൊണ്ടാണ് നമ്മുടെ ദ്രാവകങ്ങൾക്ക് ഒഴുകാനും അതുപോലെ വാതകങ്ങൾക്ക് എന്താണ് വ്യാപിക്കാനും കഴിയുന്നത്. നമ്മുടെ ഖരപദാർത്ഥത്തിന് ഇതൊന്നും പറ്റില്ല അല്ലെ. നമ്മുടെ ആ തന്മാത്രകൾ അടുത്തടുത്തിരിക്കുന്നതും ദൂരെ ദൂരെ ഇരിക്കുന്നതും ഖരം, ദ്രാവകം, വാതകം നമുക്കത് വ്യക്തമായിട്ട് അറിയാം അല്ലെ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്താണ് ആറ്റം, എന്താണ് ഏറ്റവും ചെറിയ കണം. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് തന്മാത്രയാണ് ഏറ്റവും ചെറുത്, ഇനി അങ്ങോട്ടില്ല അല്ലേ, ഇനി അങ്ങോട്ടില്ല. തന്മാത്ര ഏറ്റവും ചെറുത് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ തന്മാത്ര എങ്ങനെ ഡിഫൈൻ ചെയ്തത്, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും ചേർന്ന ഏറ്റവും ചെറിയ കണം, അതാണ് തന്മാത്ര. അതെ, അതിലും ചെറുത് വരുന്നു. തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്, തന്മാത്രകൾ ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നു. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത്. നമ്മൾ H2O എന്ന് പറഞ്ഞു, H2O. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴേ നമുക്കറിയാം ഇതാണ് ഒരു ജല തന്മാത്ര. അപ്പൊ ഇതല്ല ചെറുതല്ലേ, ഇതല്ല ചെറുത്. ഇതിനെ ഇനിയും നമ്മൾ ചെറുതാക്കുമ്പോൾ അത് ഒരിക്കലും ജലമല്ല, അത് ജലമല്ല. പക്ഷെ നമുക്ക് ആ പദാർത്ഥത്തെ എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. എന്തൊക്കെയെന്ന് ചെറുതാക്കാൻ പറ്റും, ഒരു ഹൈഡ്രജനും ആക്കാം, അതിനെ എന്താക്കാൻ പറ്റും, 2 ഓക്സിജനും ആക്കാൻ പറ്റും. ഒരു ഹൈഡ്രജനും 2 ഓക്സിജനും ആക്കി നമുക്ക് ജല തന്മാത്രയെ മാറ്റാൻ പറ്റും. അതുപോലെ നോക്കിക്കേ, 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചസാരയുടെ തന്മാത്ര. പഠിച്ചു വെക്കുക. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര. ചോദിക്കും, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര തന്മാത്ര എന്ന് പറയുന്നത്. C12H22O11 പഠിച്ചു വെക്കുക. C12H22O11. ഇതുപോലെ നമുക്ക് മറ്റൊരു തന്മാത്ര അറിയാം. ഏതാണ് നമ്മുടെ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെത് C6H12O6. C6H12O6 ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ 6 കാർബൺ ആറ്റങ്ങളും 12 ഹൈഡ്രജൻ ആറ്റങ്ങളും 6 ഓക്സിജൻ ആറ്റങ്ങളും ഉണ്ട്. ഒരു പഞ്ചസാരയിൽ 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ഉണ്ട്. അപ്പൊ തന്മാത്രകളേക്കാൾ ചെറിയ ഒരു കണികയാണ് ആറ്റം. ആറ്റങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, തന്മാത്ര ഉണ്ടാകുന്നത്. നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ H2 എഴുതും. ഇതൊരു ഹൈഡ്രജൻ തന്മാത്രയാണല്ലേ, ഇതൊരു ഹൈഡ്രജൻ തന്മാത്രയാണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന ഒരു ഹൈഡ്രജൻ തന്മാത്ര ഉണ്ടായിരിക്കുന്നു. ഓക്സിജൻ നമ്മൾ എഴുതുമ്പോൾ O2 എഴുതും. 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് എന്താണ് O2, ഒരു ഓക്സിജൻ തന്മാത്ര. ഇത് ഒരു ഓക്സിജൻ തന്മാത്രയാണ്. ഓസോൺ നമ്മൾ എഴുതാറുണ്ട് O3. എന്താണ്, 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് O3 എന്ന് പറയുന്ന ഒരു ഓസോൺ തന്മാത്ര ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? തന്മാത്രയും ആറ്റവും എന്താണെന്ന് സെറ്റ് അല്ലേ?
നമ്മൾ എന്തെന്ന് പഠിച്ചു? ഒന്നിലധികം പദാർത്ഥങ്ങൾ ചേർന്നിട്ടാണ് ഒരു മിശ്രിതം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു മിശ്രിതത്തിൽ ഒന്നിലധികം തന്മാത്രകൾ ഉണ്ടാകാറില്ലേ? ഒന്നിലധികം തന്മാത്രകൾ ഉണ്ടാകാറില്ലേ? ഒരു മിശ്രിതത്തിൽ ഉണ്ടാകും അല്ലേ? വിവിധ പദാർത്ഥങ്ങളുടെ തന്മാത്രകൾ, നമ്മൾ എന്താണ്, ജലതന്മാത്രയും പഞ്ചസാരയുടെ തന്മാത്രയും ചേർന്നിട്ടാണ് പഞ്ചസാര ലായനി അല്ലെങ്കിൽ ആ ഒരു മിശ്രിതം ഉണ്ടാകുന്നത് അല്ലേ? ജലതന്മാത്രയും ഉണ്ട്, അവിടെ പഞ്ചസാരയുടെ തന്മാത്രയും ഉണ്ട് അല്ലേ? ഇതേ ഇവിടെ നോക്കിയേ, ഈ ഒരു പിക്ചർ നോക്കിയേ, അതിൽ കൊടുത്തിട്ടുണ്ട്. ദേ ഇതിൽ ഒരേപോലത്തെ തന്മാത്ര, ഇതിൽ പലതരത്തിലുള്ള തന്മാത്ര, ഇതിൽ പല രീതിയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. എ എന്ന പദാർത്ഥത്തിൽ എത്ര തരം തന്മാത്രകളുണ്ട്? ഒന്ന് മാത്രമേ ഉള്ളൂ. ബിയിലാണെങ്കിൽ 2 തരമുണ്ട്. സിയിലാണെങ്കിൽ ദേ ഒരേ തരം രണ്ടെണ്ണം വെച്ച് ചേർന്നിരിക്കുന്നു. ഡിയിലാണെങ്കിലോ ഇവിടെ വ്യത്യസ്ത തന്മാത്രകൾ ചേർന്നിരിക്കുന്നു. ഡിയിലാണെങ്കിൽ ഒരുപോലത്തെ തന്മാത്രകൾ തമ്മിൽ ചേർന്നിരിക്കുന്നു. നോക്കിയേ, വ്യത്യസ്ത ഇനം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ് മിശ്രിതങ്ങൾ. ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവ ശുദ്ധ പദാർത്ഥങ്ങളാണ്. എന്താണ് ശുദ്ധ പദാർത്ഥം? ദേ ഇവിടെ തൊട്ടാണ് നമുക്കൊരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ പോകുന്നത്. എന്താണ്? ചില പദാർത്ഥങ്ങൾ, നമുക്ക് തന്മാത്രകൾ, പലതരം തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒന്നിൽ കൂടുതൽ പദാർത്ഥങ്ങൾ ചേർന്ന മിശ്രിതങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ചില പദാർത്ഥങ്ങൾ എന്താണ്? ഒരേ തരത്തിലുള്ള തന്മാത്രകൾ ചേർന്നിട്ടാണ് ചില പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഇവയെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജലം എടുക്കുകയാണെങ്കിൽ ജലം ഉണ്ടായിരിക്കുന്നത് നമുക്ക് വാട്ടർ, നമ്മൾ H2O എന്ന് പറയുന്ന ആ ഒരു തന്മാത്ര ചേർന്നിട്ടാണ് നമുക്ക് അവിടെ ജലം ഉണ്ടായിരിക്കുന്നത്. അതിലെവിടെയെങ്കിലും കാർബണിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തിന്റെയും ഒക്കെ കടന്നുകയറ്റമുണ്ടോ? ഇല്ല. H2O എന്ന് പറയുന്ന ആ ഒരൊറ്റ തന്മാത്ര കൊണ്ടാണ് നമുക്ക് ആ ഒരു വെള്ളം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത്, ആ ഒരു ശുദ്ധജലം എന്ന് പറയുന്നത് എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണ്. അതിനെ ഇനി എത്ര വിഭജിച്ച് പോയാലും H2O അല്ലാതെ അതിൽ വേറൊന്നും കാണാനാകില്ല അല്ലേ? അതിൽ വേറൊന്നും കാണാനാകില്ല. അപ്പോൾ അതൊരു ശുദ്ധ പദാർത്ഥമാണ്. ഇത് നോക്കിയേ, എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ? എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്. ഹൈഡ്രജനും 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നു. അതേപോലത്തെ പലതരം H2O ചേർന്ന് ജലം ഉണ്ടാകുന്നു അല്ലേ? അപ്പൊ അവിടെ ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ഒരേ ഇനം തന്മാത്രകൾ. ഇവിടെ കുറച്ച് ശുദ്ധ പദാർത്ഥങ്ങൾ കൈകോർത്ത് നിൽക്കുന്നുണ്ട്. ഇത് നോക്കിക്കേ, ഇരുമ്പും ചെമ്പും. എവിടെ നോക്കിയാലും ഒരു ഇരുമ്പ് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ആ ഇരുമ്പ് കഷ്ണത്തിൽ ഇരുമ്പിന്റെ തന്മാത്രയല്ലാതെ വേറെ എന്തിന്റെയെങ്കിലും ഉണ്ടോ? ഒന്നിന്റെയും ഇല്ല. അപ്പൊ അതൊരു ശുദ്ധ പദാർത്ഥമാണ്. ചെമ്പെടുത്താലും ഇനി അലുമിനിയം എടുത്താലും ഏതൊന്നെടുത്താലും അതിൽ അത് മാത്രമല്ലേടെ കാണൂ. മറ്റൊന്ന് നോക്കിയേ, കാർബൺ ഒരു ശുദ്ധ പദാർത്ഥമാണ്. കാർബൺ ഒരു ശുദ്ധ പദാർത്ഥമാണ്. സി ആയിട്ടാണ് നിൽക്കുന്നത്. ജലം പറഞ്ഞു, നമ്മൾ H2O എന്ന് പറഞ്ഞു. ഒരേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ശുദ്ധ പദാർത്ഥമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ CO2 എന്ന് പറയുന്ന ആ ഒരു തന്മാത്രയല്ലേടെ കൈ പിടിച്ച് നിൽക്കുന്നത്. അവിടെ വേറെ ആരെങ്കിലും വന്ന് ഇടയ്ക്ക് കയറുന്നുണ്ടോ? ഇല്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കൈകോർത്ത് പോവുകയാണേ. കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ഇങ്ങനെ കൈപിടിച്ച് പോവുകയാണ്. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ കയറി. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ഇടയ്ക്ക് കയറിയാലും അതെന്തല്ല, അതൊരു ശുദ്ധ പദാർത്ഥമല്ല. നമ്മൾ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഒരു കുപ്പിയിൽ എടുക്കുന്നു. അതിൽ കുറച്ച് ഒരു പൊടിയോളം നമ്മൾ ഒരു ഹൈഡ്രജൻ വാതകം നമ്മൾ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അതിന്റെ ഗുണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്നെയായിരിക്കും. കാരണം എന്താണ്? ഒരു ഇച്ചിരിയല്ലേ അതിലിട്ടുള്ളൂ, വളരെ പൊടിയോ, വളരെ ചെറിയ ഒരു കണിക മാത്രമേ ഹൈഡ്രജൻ ഇട്ടോളൂ. പക്ഷെ അവിടെ എന്താണ്? അതിന്റെ ശുദ്ധത പോകുന്നു. അതൊരു ശുദ്ധ പദാർത്ഥം അല്ലാതെയാകുന്നു. കാരണം എന്താണ്? എവിടെയോ ഒരു ഭാഗത്തെടുത്തപ്പോൾ അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ തന്മാത്ര കൂടി അവിടെ വന്നു. അപ്പൊ ഇതെന്തല്ല? ഒരു ശുദ്ധ പദാർത്ഥം അല്ലാതായി മാറുന്നു. എന്നാൽ അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതൊരെന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞതിന്റെ അതിൽ ആ ഒരു തന്മാത്ര മാത്രമേ കാണുള്ളൂ. ആ പദാർത്ഥത്തിൽ ആ ഒരേ ഇനം തന്മാത്ര മാത്രമേ കാണൂ. അതിനെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ കുറച്ച് പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തന്മാത്രകൾ ഏതും തന്നിട്ടുണ്ട്. ഇനി അത് ശുദ്ധ പദാർത്ഥമാണോ മിശ്രിതമാണോ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഇത് നോക്കിയേ, കഞ്ഞിയിൽ വെള്ളമുണ്ട്,
ഉപ്പുണ്ട്, മറ്റ് പദാർത്ഥങ്ങളും ഉണ്ട്. ജലവും ഉപ്പും മാത്രമാണെങ്കിൽ അത് നന്നായിട്ട് കലങ്ങും അല്ലേ? നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതൊരു ശുദ്ധ പദാർത്ഥമാണ്. കാരണം എന്താണ്? വെള്ളത്തിനൊപ്പം ഉപ്പും കൂടെ ചേർന്ന് അത് ഇനി എവിടെ തൊട്ടാലും അവിടെ വെള്ളവും ഉപ്പും അതിൻ്റെ ആ ഒരു ഗ്രൂപ്പേ അവിടെ കാണത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിക്കേടെ, ജലം, ഉപ്പ്, മറ്റ് പദാർത്ഥങ്ങൾ, കഞ്ഞി ഇളക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണോടെ? അല്ല, അതൊരു ശുദ്ധ പദാർത്ഥമല്ല. പകരം അതെന്താണ്? അതൊരു മിശ്രിതമാണ്. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ഗുണമല്ല. ഗ്രാഫൈറ്റ്, പെൻസിൽ ഗ്രാഫൈറ്റ്, ഗ്രാഫൈറ്റിന്റെ എവിടെ ചെന്നാലും അവിടെ എന്തേ കാണത്തുള്ളൂ? ഗ്രാഫൈറ്റേ കാണൂ. അതൊരു ശുദ്ധ പദാർത്ഥമല്ലേടെ? എവിടെ നിന്ന് മുറിച്ചു പോയാലും ഗ്രാഫൈറ്റേ കാണൂ. പഞ്ചസാര എന്താണ്? എവിടെ പോയാൽ അതിന് ഇനി എത്ര മുറിച്ചാലും അതിൽ പഞ്ചസാരയുടെ തന്മാത്രകൾ മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പൊ പഞ്ചസാര എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണ്. അവിടെ പഞ്ചസാര എന്ന് എഴുതി വെച്ചു. ഒരു ശുദ്ധ പദാർത്ഥമാണ്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും, സോഡാ വെള്ളം ഒരു ശുദ്ധ പദാർത്ഥമാണോടെ? നമ്മൾ സോഡ കുടിക്കത്തില്ലേ? നമ്മൾ കുടിച്ച് അങ്ങ് അറ്റത്ത് ചെല്ലുമ്പോഴും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ജലവും നമുക്ക് അവിടെ ഉണ്ടാവോടെ? ഇല്ല, അതൊരു ശുദ്ധ പദാർത്ഥമല്ല. അതൊരു മിശ്രിതം മാത്രമാണ്. അതൊരിക്കലും ഒരു ശുദ്ധ പദാർത്ഥമല്ല. അതിന്റെ എല്ലാ ഭാഗത്തും എന്തിന്റെയും, കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലത്തിന്റെയും തന്മാത്രകൾ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ല. അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് എന്താണ്? അതിന്റെ ഒരു കോമ്പൗണ്ട് രൂപം കൊള്ളുന്നില്ല. അതിന്റെ ഒരു തന്മാത്രാ ബലം രൂപം കൊള്ളില്ല. അപ്പൊ അതെന്താണ്? ഒരു മിശ്രിതമാണ്. അതുപോലെ സംഭാരം ഒരു മിശ്രിതമാണല്ലേ? അതൊരു ശുദ്ധ പദാർത്ഥം ഒരിക്കലും ആകില്ല. അതിൽ തൈരിന്റെ കട്ടയൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. നമ്മളത് എത്രയൊക്കെ നമ്മൾ അടിച്ച് കലക്കി ലയിപ്പിക്കാൻ നോക്കിയാലും അതെന്ത് ചെയ്യില്ല? അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ശുദ്ധ പദാർത്ഥം ആക്കാൻ പറ്റില്ല. അതിന്റെ തന്മാത്രാവാക്യം, അതിന്റെ തന്മാത്ര പല സ്ഥലത്തും പല കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ശുദ്ധജലം നമുക്കറിയാം, H2O. അതൊരു ശുദ്ധ പദാർത്ഥമാണ്. കാരണം H2O കോമ്പൗണ്ടേ അവിടെയുള്ളൂ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണ്? ശുദ്ധജലമാണ്. ശുദ്ധജലമല്ലേടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്? ഇപ്പൊ സ്വർണ്ണാഭരണം, സ്വർണവും വെള്ളിയും ചെമ്പും, സ്വർണത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? വെള്ളിയും ചെമ്പും മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നു. അതെന്താണ്? ഒരു മിക്സ്ചർ ആണ്, ഒരു മിശ്രിതമാണ്. ഒരു ഖര ലായനിയാണെന്ന് നമ്മൾ പഠിച്ചല്ലേ? അതൊരു മിശ്രിതമാണ്. എവിടെ എടുത്താലും നമുക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ചെമ്പിന്റെയും ഒരു കോമ്പൗണ്ട്, ഒരു തന്മാത്ര നമുക്ക് അവിടെ കിട്ടില്ല. അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഒരു മിശ്രിതമാണ്. എന്നാൽ സ്വർണം നോക്കിക്കഴിഞ്ഞാൽ, സ്വർണത്തിന്റെ ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, ശുദ്ധമായ സ്വർണം, അതിൽ എന്തേ കാണത്തുള്ളൂ? അതിൽ സ്വർണത്തിന്റെ തന്മാത്രയെ കാണത്തുള്ളൂ. സ്വർണം ഒരു ശുദ്ധ പദാർത്ഥമാണ്. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ജലം നമ്മൾ ശുദ്ധമെന്ന് പറഞ്ഞു, സ്വർണ്ണാഭരണം പക്ഷെ മിശ്രിതമാണ്. കാരണം എന്താണ്? ജലത്തിനെ സംബന്ധിച്ചിടത്തോളം H2O എവിടെ പിടിച്ചാലും നമുക്ക് H2O മാത്രമേ കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ അതിന്റെ ഹൈഡ്രജനും ഓക്സിജനും ആറ്റങ്ങളായിട്ടേ നമുക്ക് വേർതിരിക്കാൻ പറ്റൂ. ഒരിക്കലും ആ ഒരു ജല തന്മാത്ര H2O അല്ലാതെ വേറൊരു തന്മാത്രയിലേക്ക് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? സ്വർണ്ണാഭരണം എന്ന് പറയുമ്പോൾ അതിൽ സ്വർണത്തിന്റെ തന്മാത്രകളുണ്ട്, വെള്ളിയുടെ തന്മാത്രകളുണ്ട്, ചെമ്പിന്റെ തന്മാത്രകളുണ്ട്. ആ തന്മാത്രകളെല്ലാം വെവ്വേറെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്വർണവും വെള്ളിയും ചെമ്പും കൂടെ ചേർന്ന് ഒരു തന്മാത്ര അവിടെ രൂപം കൊള്ളുന്നില്ല. അവിടെ എന്താണ്? വെവ്വേറെ നിൽക്കുന്നതാണ്. നമ്മളിതേ മോര് പറയുമ്പോഴും അവിടെ തൈരിന്റെ ഒരു തന്മാത്ര, വെള്ളത്തിൻ്റെത്, ഉപ്പിൻ്റെത്, അത് വെവ്വേറെ നിൽക്കുകയാണ്. അത് ലയിച്ച് ചേർന്നിരിക്കുന്നു എന്ന് മാത്രം. നമ്മൾ നേരത്തെ മെറ്റല് കണ്ടില്ലേ? മെറ്റല് പയറിട്ട് കുലുക്കുമ്പോഴത്തേക്കും അതിന്റെ ഇടയ്ക്കിടയ്ക്ക് കയറിയിരിക്കുന്നില്ലേ? അങ്ങനെ ഇടയിൽ കയറിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ആ ഒരു നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര കലക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ ഇടയ്ക്ക്, ആ ജലതന്മാത്രകൾക്ക് ഇടയ്ക്ക്, രണ്ട് ജലതന്മാത്രകൾക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ പഞ്ചസാരയുടെ തന്മാത്ര കയറി ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ ജലതന്മാത്രയും പഞ്ചസാരയുടെ തന്മാത്രയും കൂടി ചേർന്ന് പുതിയൊരു തന്മാത്ര അവിടെ രൂപം കൊള്ളുന്നില്ല. പുതിയൊരു തന്മാത്ര അവിടെ രൂപം കൊണ്ട് മറ്റൊരു പദാർത്ഥമായി മാറുന്നു എങ്കിൽ മാത്രമേ അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ തരം തന്മാത്രകൾ നമുക്ക് കാണാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്കതിനെ എന്തെന്ന് പറയാൻ പറ്റൂ? ഒരു ശുദ്ധ പദാർത്ഥം എന്ന് പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെയല്ല. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ജലതന്മാത്രകൾക്കിടയിലേക്ക് കയറിയിരിക്കുകയാണ്. അതാണ് ആ കോൺക്രീറ്റും ആ പയറുമണിയും റവയുടെയും കാര്യം നമ്മൾ പറയുന്നത്. എത്രയൊക്കെ ഇട്ടാലും എത്രയൊക്കെ കുലുക്കിയാലും ആ തന്മാത്രകൾക്കിടയിലേക്ക് കയറിയിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ അതിങ്ങനെ മാറി ഒരു പുതിയ തന്മാത്ര അവിടെ രൂപം കൊള്ളുന്നില്ല. അങ്ങനെ രൂപം കൊള്ളുന്നുവെങ്കിൽ, അങ്ങനെ രൂപം കൊണ്ട് പുതിയൊരു തന്മാത്രയായി എല്ലായിടത്തും ആ ഒറ്റ തന്മാത്ര
മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ ഒരു ശുദ്ധപദാർത്ഥം എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവയെല്ലാം ഒരു മിശ്രിതം മാത്രമാണ്. ക്ലിയർ അല്ലേടെ? മിശ്രിതവും ശുദ്ധപദാർത്ഥവും നമുക്കൊരിക്കലും പഞ്ചസാര ലായനി എല്ലായിടത്തും ഒരേ ഗുണമാണ്, അതുകൊണ്ട് അത് ശുദ്ധപദാർത്ഥം എന്നല്ല പറയാൻ. അതൊരു ഏകാത്മക മിശ്രിതമാണല്ലേ. ഏകാത്മക മിശ്രിതം എല്ലായിടത്തും ഒരേ ഗുണമുള്ള മിശ്രിതമാണ്, അല്ലാതെ എല്ലായിടത്തും ഒരേ സ്വഭാവമല്ല. അതിന് എല്ലായിടത്തും ഒരേ സ്വഭാവമല്ല. അപ്പോൾ എല്ലായിടത്തും ഒരേ പദാർത്ഥമല്ല, ഒരേ സ്വഭാവമാണ്, എല്ലായിടത്തും ഒരേ പദാർത്ഥമല്ല. അപ്പോൾ പദാർത്ഥമായാൽ മാത്രമേ നമുക്കതിനെ ശുദ്ധപദാർത്ഥം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. സെറ്റല്ലേടെ? കൺഫ്യൂസ്ഡ് ആകല്ലേ? ഇത് നോക്ക്, ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? അതൊരു നമുക്ക് സെയിലിന് വെക്കുന്ന ഒരു ഓഫറാണ് അല്ലെ, ശുദ്ധമായ വെളിച്ചെണ്ണ. അങ്ങനെയല്ല, അതിൽ പല കോമ്പോണന്റും ചേർന്നിട്ടാണ് ആ ഒരു വെളിച്ചെണ്ണ വരുന്നത്. ഒരു ശുദ്ധപദാർത്ഥം എന്ന് പറയുമ്പോൾ അതിൽ അത് മാത്രമേ കാണാവൂ. എവിടെ തൊട്ടാലും അതിന്റെ തന്മാത്ര സെയിം ആയിരിക്കണം അല്ലെ, അല്ലാതെ ഒരിടത്ത് ഹൈഡ്രജൻ ഒരിടത്ത് ഓക്സിജൻ, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഇടയിൽ വേറൊരു വാതകം കയറിയിരിക്കുക, വേറൊന്ന് കയറിയിരിക്കുക, അങ്ങനെ ഇരുന്നാൽ എന്താകില്ല? അത് ഒരു ശുദ്ധപദാർത്ഥം ആകില്ല. അപ്പൊ നമുക്ക് പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും വേർതിരിക്കാം. ആ മിശ്രിതങ്ങളെ തന്നെ ഏകാത്മക മിശ്രിതമെന്നും ഭിന്നാത്മക മിശ്രിതമെന്നും വേർതിരിക്കാം അല്ലെ. ഏകാത്മക മിശ്രിതവുമുണ്ട്, ഭിന്നാത്മക മിശ്രിതങ്ങളുമുണ്ട്. സെറ്റല്ലേടെ? ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉടനീളം പഠിച്ചത്. പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും പിന്നെന്താണ്? ശുദ്ധപദാർത്ഥങ്ങളും. ഇത് നോക്കിയേ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേർതിരിക്കണം. ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ ചെറിയ രീതിയിലേ വേർതിരിക്കൂ, കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പഠിച്ചു പോകുമ്പോഴാണ് ആ വേർതിരിക്കൽ രീതി, നമുക്ക് 7ാം ക്ലാസ്സിൽ തന്നെ വേർതിരിക്കുന്ന രീതികൾ വന്നു തുടങ്ങും. ഇത് ഇവിടെ നോക്കിയേ, കല്ല് കലർന്ന അരി. ഇതിൽ നമുക്ക് കല്ലുകൾ എന്ത് ചെയ്യാം? നമ്മൾ എങ്ങനെ വേർതിരിക്കൂടെ? പെറുക്കി കളയൂ അല്ലെ. നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ഈ പണ്ടത്തെ അമ്മമാര് പാറ്റുന്ന കണ്ടത്തില്ലേ, നമ്മൾ മുറത്തിലോട്ട് അരി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ പാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കല്ലെല്ലാം എടുത്തു കളയാൻ പറ്റും. മണലും ഇരുമ്പ് പൊടിയും നമുക്ക് എങ്ങനെ മാറ്റാം? ഒരു കാന്തം കൊണ്ടുവന്ന് നമ്മൾ ഈ മണലിന്റെ മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഇരുമ്പ് പൊടി എല്ലാം കൂടെ ആ കാന്തത്തിൽ ചുറ്റിപ്പറ്റിയിരിക്കും. നമ്മൾ ചെയ്യാറില്ലേടെ? നമ്മളൊക്കെ കുഞ്ഞിലെ ആയിരുന്ന സമയത്ത് ഈ പഴയ റേഡിയോ ഒക്കെ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആ മാഗ്നറ്റ് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഇരുമ്പ് പൊടികളൊക്കെ ഇങ്ങനെ അതിലേക്ക് എടുക്കാറുണ്ട്. നമ്മൾ തറയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി, എന്തെങ്കിലുമൊക്കെ മെറ്റൽ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിലേക്ക് പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഇതിനെ വേർതിരിക്കാനാകും അല്ലേ. അപ്പൊ രണ്ട് മിശ്രിതങ്ങളിലെ ഘടക പദാർത്ഥങ്ങളെ എങ്ങനെ വേർതിരിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ അരിയും കല്ലും ഒരേ നിറത്തിലല്ല. അപ്പൊ നമുക്ക് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? വെള്ള കളറിലെ അരിയും കറുത്ത കളറിലെ കല്ലും നമുക്ക് പെറുക്കി കളയാം. ചിലതിന് എന്ത് ചെയ്യാൻ പറ്റും? കൈ കൊണ്ടും പെറുക്കി കളയാം. എങ്ങനെയാണ്? വലിയ കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൈ കൊണ്ടും പെറുക്കി കളയാം. പക്ഷെ കല്ല് ചെറുതായി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കല്ല് ചെറുതായി ചെറിയ തരിയൊക്കെയാണുള്ളെങ്കിൽ ആ സമയത്ത് നമ്മളിങ്ങനെ പാറ്റുന്നത്, നമ്മൾ വായുവിലേക്ക് ഉയർത്തി പൊക്കുമ്പോൾ എന്ത് ചെയ്യും? ചെറിയ തരികളൊക്കെ അങ്ങ് പറന്നങ്ങ് പോകും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മുറത്തിന്റെ അറ്റത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് എടുത്തങ്ങ് കളയാം. ഇരുമ്പ് പൊടിയാണെങ്കിലോ നമ്മൾ അതിന്റെ കാന്തിക ശക്തി എന്ന് പറയുന്ന അതിന്റെ ഒരു പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തി നമ്മൾ കാന്തം വെച്ചിട്ട് നമ്മൾ അങ്ങനെ വേർതിരിക്കാറുണ്ട്. അങ്ങനെ ഈ വസ്തുക്കളെയൊക്കെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം? വേർതിരിക്കാൻ പറ്റും. ഇത് നോക്കിയേ, പെറുക്കി മാറ്റാൻ പറ്റും, കാന്തം ഉപയോഗിച്ച് വേർതിരിക്കാം. ചായയിൽ നിന്ന് ചായപ്പൊടി അങ്ങനെയാണ് നമുക്ക് അരിച്ച് വേർതിരിക്കാം. അതുപോലെ അരി വേവിക്കുന്നതിന് മുൻപേ കഴുകുമ്പോൾ എന്ത് ചെയ്യും? അതിലെ കല്ലുകളൊക്കെ ആ വെള്ളത്തിൽ അലിഞ്ഞ് നമുക്കങ്ങനെ അലിയിച്ച് കളയാം. പിന്നെ കലങ്ങിയ വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? കുറച്ച് സമയം നമുക്ക് നമ്മളിങ്ങനെ അനക്കാതെ വെക്കുമ്പോൾ അതിലെ എല്ലാ വെയിറ്റുള്ള വസ്തുക്കളെല്ലാം എന്ത് ചെയ്യും? അടിയും അല്ലേ. നമ്മുടെ അടിയിൽ എന്താണ് ആ ഒരു പാത്രത്തിന്റെ അടിഭാഗത്തേക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ അടിയും. നമുക്ക് അങ്ങനെ വേർതിരിക്കാം. അങ്ങനെ പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിക്കാൻ പറ്റും. വീട് പണിക്ക് മണലിൽ നിന്ന് ചരലും മറ്റു മാലിന്യങ്ങൾ നമ്മൾ എന്താണ് വലിയ അരിപ്പ കൊണ്ട് അരിച്ച് വേർതിരിക്കുന്നു അല്ലെ. അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അരിക്കൽ മാർഗങ്ങളുണ്ട്. നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് ശേഖരിക്കുന്നു. എന്ത് ചെയ്യും? അതിനെ ചൂടാക്കും അല്ലെ. അതിന്റെ സൂര്യപ്രകാശമേറ്റ് അത് ചൂടായി അതിലെ വെള്ളമെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് ബാഷ്പീകരിച്ച് പോയിട്ടാണ് ഇവിടെ വേർതിരിക്കുന്നത്. മണലിൽ നിന്ന് ഇരുമ്പ് പൊടി മാഗ്നറ്റ് ഉപയോഗിച്ച് നമ്മൾ വേർതിരിക്കുന്നു. നെല്ലിൽ നിന്ന് പതിര് നമ്മൾ കാറ്റിലൂടെ അല്ലെ, കാറ്റിൽ നമ്മളിങ്ങനെ പാറ്റിയാണ് വേർതിരിക്കുന്നത്. തൈരിൽ നിന്നും വെണ്ണ നമ്മൾ കടഞ്ഞല്ലേ, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. നമ്മൾ കടഞ്ഞ് എന്ത് ചെയ്യുന്നു? അതിനെ വേർതിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പദാർത്ഥങ്ങൾ വേർതിരിക്കാം. അത് ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് പഠിക്കാം. അപ്പൊ ഇതിലൊന്നും പ്രത്യേകിച്ചും ആ ഒരു കൊച്ചു കുട്ടികളല്ലേ, 6ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് എങ്ങനെ വേർതിരിക്കാം എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. മാർഗങ്ങളൊന്നും തന്നെ പറയുന്നില്ല. 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ മാർഗങ്ങളെല്ലാം പഠിക്കുന്നത്.
എന്നാൽ ഇതിൽ ഇവിടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു ചെറിയ വേർതിരിക്കൽ പ്രക്രിയ നമുക്ക് പറയുന്നുണ്ട്. ശരീരത്തിനുള്ളിലെ മാലിന്യം വേർതിരിക്കുന്നത് എന്താണ്? നമ്മുടെ വൃക്ക അല്ലേ, നമ്മുടെ ശരീരത്തിനുള്ളിലെ അരിപ്പ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ വൃക്കകളെയാണ്. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് നമ്മുടെ വൃക്കകൾ അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്രയാണ്? 5 ലിറ്റർ ആണ്. ഓർത്ത് വെക്കുക, 5 ലിറ്റർ ആണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കയിൽ കൂടി ഇങ്ങനെ അരിക്കലിന് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ രക്തം എന്ത് ചെയ്യുന്നു? പലതവണ, ഒരു ദിവസം പലതവണ നമ്മുടെ വൃക്കകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അരിക്കലിന് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു വേർതിരിക്കൽ പ്രക്രിയയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോടെ? നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ടോ? എൻ്റെ 2 വൃക്കകളെ നിങ്ങൾ ദേ എൻ്റെ ബ്ലഡ് അരിക്കൂ, നിങ്ങൾക്കിപ്പോൾ അരിക്കാനുള്ള സമയമാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ദേ ഈ ഗുളിക ഞാൻ കഴിക്കുന്നു, എൻ്റെ വൃക്കയിലേക്കുള്ള അരിപ്പയാണ് ഞാനിപ്പോൾ വിടുന്നത്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ ഈ പ്രക്രിയ നടക്കാതിരിക്കുക, നമ്മുടെ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. നമ്മളെ ഈ ഒരു അരിക്കൽ പ്രക്രിയ നമ്മുടെ വൃക്ക നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യില്ല? നീക്കം ചെയ്യാൻ പറ്റില്ല. ഇത്തരം വ്യക്തികൾക്ക് നമ്മൾ എന്തുപയോഗിക്കുന്നു? എന്താണ്? കൃത്രിമമായ അരിക്കൽ പ്രക്രിയ എന്തിലൂടെ നടപ്പിലാക്കുന്നു? ഡയാലിസിസ് വഴി. ഇതേ നോക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ബ്ലഡ് ആ മെഷീനിലേക്ക് കടത്തിവിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? അരിക്കുന്നു. വളരെ കാശേറിയ കാര്യമാണ്, ഒരുപാട് ചെലവേറിയ കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടിയിട്ടുള്ള അവയവങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കാത്തു സൂക്ഷിക്കുക. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 5 ലിറ്റർ രക്തമാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് ഓർക്കുക. നമ്മുടെ ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ വൃക്കകളാണ്. വൃക്കകൾ തകരാറിലായാൽ ചെയ്യുന്ന അരിക്കൽ പ്രക്രിയയാണ് എന്ത്? ഡയാലിസിസ്. എന്താണ് ഡയാലിസിസ്? അപ്പൊ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ സോഡ വെള്ളത്തിൽ കുറച്ച് വിലയിരുത്താമെന്ന് പറഞ്ഞ് കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. സോഡ വെള്ളത്തിൽ ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒരു പാനീയം തയ്യാറാക്കി. ഈ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? സോഡ വെള്ളം, ഉപ്പ്, പഞ്ചസാര അല്ലെ. ഈ പാനീയം ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതമാണോ? നന്നായി ഇളക്കി എന്ന് തന്നിട്ടുണ്ട്. നന്നായി ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ അതെല്ലാം അലിയുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും? ഇതൊരു ഏകാത്മക മിശ്രിതം തന്നെ ആയിരിക്കും അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ. ഇരുമ്പ്, പിച്ചള, സ്വർണ്ണാഭരണം, വെങ്കലം, കാർബൺ ഡൈ ഓക്സൈഡ്, അലുമിനിയം എന്നീ പദാർത്ഥങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ശരിയായവ ടിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വരാം അല്ലെ. നല്ലൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളല്ല. അപ്പൊ ശുദ്ധ പദാർത്ഥങ്ങൾ അല്ല എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആണോ എന്ന്. ഇരുമ്പിന്റെ എവിടെയും ഇരുമ്പ് മാത്രമേ ഉള്ളൂ, ശുദ്ധ പദാർത്ഥമാണ്. പിച്ചള ഒരു ലോഹസങ്കരമല്ലേടെ? ഒരു ലോഹസങ്കരമല്ലേ? ലോഹങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയല്ലേ? അതൊരു ശുദ്ധ പദാർത്ഥമാണോ? അല്ല അല്ലെ. സ്വർണ്ണാഭരണം നമ്മൾ പറഞ്ഞു, അതൊരു ശുദ്ധ പദാർത്ഥമേ അല്ല. വെങ്കലം ഒരു ശുദ്ധ പദാർത്ഥമാണോ? കാർബൺ ഡൈ ഓക്സൈഡ് പക്ഷെ എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണ്. അവിടെ എന്താണ്? CO2 എന്ന് പറയുന്ന തന്മാത്ര തന്നെയാണ് എവിടെ നോക്കിയാലും ഉള്ളത്. അലുമിനിയവും എന്ത് തന്നെയാണ്? ഒരു ശുദ്ധ പദാർത്ഥം തന്നെയാണ്. അപ്പൊ ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളല്ല എന്ന് പറയുന്നത് വളരെ വളരെ ശരിയായിട്ടുള്ളതാണ്. നമുക്ക് ടിക്ക് കൊടുക്കാം. അടുത്തത്, പിച്ചള, ഇരുമ്പ്, വെങ്കലം എന്നിവ ലോഹമിശ്രിതങ്ങളാണ് അല്ലേടെ? ലോഹങ്ങൾ ചേർത്തുണ്ടാക്കിയ മിശ്രിതങ്ങളല്ലേ? ആണ്. അപ്പോൾ അതും എന്താണ്? ശരിയാണ്, ലോഹമിശ്രിതങ്ങളാണ്. സ്വർണ്ണാഭരണം ഒരു മിശ്രിതമല്ലേ? ആണ്. 916 സ്വർണ്ണാഭരണം അല്ലേ? ഒരു മിശ്രിതമാണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, അലുമിനിയം എന്നിവ ശുദ്ധ പദാർത്ഥങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡും അലുമിനിയവും ശുദ്ധ പദാർത്ഥമല്ലേടെ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എവിടെ തൊട്ടാലും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയല്ലേ കാണാൻ പറ്റൂ. അലുമിനിയത്തിന്റെ എവിടെ തൊട്ടാലും അലുമിനിയത്തിന്റെ തന്മാത്രയല്ലേ കാണാൻ പറ്റൂ. അപ്പോൾ അതും എന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താണ്? ABCD എല്ലാം ശരി എന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ക്ലിയർ അല്ലേടെ? അപ്പൊ എന്താണ് ഒരു പദാർത്ഥം?
എന്താണ് ഒരു മിശ്രിതം, എന്താണ് ഒരു ശുദ്ധ പദാർത്ഥം എന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിക്കാം. നമുക്ക് കുറച്ച് ചോദ്യങ്ങളൂടെ ചെയ്ത് നോക്കിയാലോ? കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് നമ്മളെ കൂടുതലൊന്ന് ക്ലിയർ ആക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒന്നിലധികം വസ്തുക്കൾ, ശുദ്ധപദാർത്ഥം, മിശ്രിതം, തന്മാത്ര, കൊളോയിഡ്. എന്താണ് വിളിക്കുന്നത്? എന്താണ് ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്നതിനെ എന്തെന്ന് വിളിക്കും നമ്മൾ? മിശ്രിതം അല്ലേ? ഒരു മിശ്രിതം എന്ന് നമ്മൾ വിളിക്കും. ഒന്നിലധികം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് എന്താണ്? മിശ്രിതം എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ലായനി എന്ന് പറയുന്നത്? ലായകം ലീനത്തിൽ ലയിച്ചത്. എല്ലാ മിശ്രിതങ്ങളെയും നമുക്ക് ലായനി എന്ന് പറയാം. ലീനം ലായകത്തിൽ ലയിച്ചത്. ശുദ്ധ പദാർത്ഥങ്ങളുടെ മിശ്രിതം. എന്താണ് ലായനി? ലായകം ലീനത്തിൽ ലയിച്ചത് ആണോ? ലായനി എന്ന് വെച്ചാൽ ലായകം ലീനത്തിൽ ലയിച്ചതാണോ? അല്ല, ഇത് തെറ്റാണ് അല്ലെ? തിരിഞ്ഞു പോയി. എല്ലാ മിശ്രിതങ്ങളെയും നമ്മൾ ലായനി എന്ന് പറയോ? എല്ലാ മിശ്രിതങ്ങളെയും പറയോ? അല്ല. എന്താണ് നമ്മൾ എന്താ പറയുന്നത്? ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങൾ അല്ലേ? ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങളെയാണ് നമ്മൾ ലായനികൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും എന്തല്ല? എല്ലാ മിശ്രിതങ്ങളും എന്തല്ല? ലായനിയല്ല. ശുദ്ധ പദാർത്ഥങ്ങളുടെ ഒരു മിശ്രിതമാണോ? ശുദ്ധ പദാർത്ഥങ്ങൾ മാത്രമാണോ ഒരു ലായനിയാകുന്നത്? അതുമല്ല അല്ലേ? അതും തെറ്റാണ്. എന്താണ് ശരിയായിട്ടുള്ളത്? ലീനം ലായകത്തിൽ ലയിച്ചതാണ് എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ലായനി അല്ലാത്തത് ഏതാണ് ഒരു ലായനി അല്ലാത്തത്? വിനാഗിരി, സോഡാവെള്ളം, വായു, പഞ്ചസാര. ഇതിൽ ഏതാണ് ലായനി അല്ലാത്തത്? വിനാഗിരി ഒരു ലായനിയാണ് അല്ലേ? നമ്മൾ പഠിച്ചു. സോഡാവെള്ളം കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ആണ്. വായു പലതരം വായുക്കൾ ലയിച്ചു ചേർന്നിട്ടാണ് നമ്മുടെ വായു ഉണ്ടാകുന്നത്, ലായനിയാണ്. പഞ്ചസാര എന്തല്ല? ഒരു ലായനിയല്ല. പഞ്ചസാര ഒരു ശുദ്ധ പദാർത്ഥമാണ് അല്ലെ? പഞ്ചസാര ഒരു ശുദ്ധ പദാർത്ഥമാണ്. 916 സ്വർണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 9.16 ഗ്രാം സ്വർണവും 8.4 ഗ്രാം മറ്റു ലോഹങ്ങളും. ചോദ്യം വരുന്നത് കണ്ടോ? നമ്മൾ 916 എന്ന് പഠിച്ചിട്ട് പോകുമ്പോൾ വരുന്നത് കണ്ടോ? അടുത്തത് 91.6 ഗ്രാം സ്വർണവും 0.84 ഗ്രാം മറ്റു ലോഹങ്ങളും. അടുത്തത് 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും. അടുത്തത് 916 ഗ്രാം സ്വർണവും 8.4 ഗ്രാം മറ്റു ലോഹങ്ങളും. നമുക്ക് സെറ്റല്ലേ? നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. എന്താണ്? 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? 916 സ്വർണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം ഡാഷ് ആണ്. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം. ഓപ്ഷൻ എ ഏകാത്മക മിശ്രിതം, ബി ഭിന്നാത്മക മിശ്രിതം, സി കൊളോയിഡ്, ഡി മിശ്രിതം. എന്താണ്? ഒരു മിശ്രിതമാണ് എന്നത് എന്താണ്? ശരിയാണ്. ഉപ്പ് അലിഞ്ഞു ചേർന്നത് ഒരു മിശ്രിതമാണ്. എന്നാൽ കുറച്ചുകൂടി ശരിയായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുമ്പോൾ ഏതാണ്? എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമുള്ള ഒരു മിശ്രിതമല്ലേ? എന്ത് മിശ്രിതമാണ്? അതൊരു ഏകാത്മക മിശ്രിതമാണ്. ഓപ്ഷൻ എ, അതൊരു ഏകാത്മക മിശ്രിതമാണ് അല്ലേ? മിശ്രിതമാണ്, അത് ശരിയാണ്. എന്നാൽ കുറച്ചുകൂടി ശരിയായ ഉത്തരം എന്താണ്? ഏകാത്മക മിശ്രിതമാണ് എന്നതാണ്. ഈ താഴെ പറയുന്നവയിൽ തെറ്റേത്? അപ്പൊ തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കാൻ. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. അന്തരീക്ഷ വായുവിൽ 78% നൈട്രജൻ വാതകമാണ്. സി വായു ഒരു മിശ്രിതമാണ്. ഡി ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കാം. ഒന്നാമത്തേത്, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ് അല്ലേടെ? എല്ലാ ലായനികളും മിശ്രിതങ്ങളല്ലേ? മിശ്രിതങ്ങളിൽ തന്നെ ഒന്ന് മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നാൽ അതിനെയല്ലേ നമ്മൾ ലായനി എന്ന് പറയുന്നത്? പക്ഷേ എല്ലാ മിശ്രിതങ്ങളും എന്തല്ല? ലായനികളല്ല. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത്, അന്തരീക്ഷ വായുവിൽ 78% വാതകം, വളരെ നൈട്രജൻ വാതകം, വളരെ ശരിയാണ് അല്ലേ? വായു ഒരു മിശ്രിതമാണ് അല്ലേ? നൈട്രജനും ഓക്സിജനും
ഓക്സിജനും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും അങ്ങനെ വേണ്ട എല്ലാ വായുവും എല്ലാ വാതകങ്ങളും ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്, പൊടിപടലങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് നമ്മുടെ വായു എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ കണികയായി നമ്മൾ എന്ത് പറയുന്നു? എന്ത് പറയുന്നു? തന്മാത്ര. തന്മാത്ര എന്ന് പറയുന്നു, ആറ്റമല്ല. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ചേർന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തന്മാത്രകൾ എന്താണ്? ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? തന്മാത്ര ഉണ്ടാകുന്നത്. തന്മാത്രയിലും ചെറുതാണ് ആറ്റം, പക്ഷെ എല്ലാ ഗുണവും ഉള്ളതല്ല. ആ ഒരു തന്മാത്രയെ വിഭജിച്ച് മാറ്റി വെച്ച് നമുക്ക് ചെറുതാക്കാം, എന്താക്കാം? ആറ്റമാക്കാം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ രക്തമാണുള്ളത്? നമ്മുടെ ശരീരത്ത് എത്ര ലിറ്റർ രക്തമാണ് ഉള്ളത്? ഓപ്ഷൻ എ 5, ബി 5.5, സി 6, ഡി 6.5. നമുക്ക് തെറ്റോ? ഇനി എത്ര പോയിന്റ് ഇട്ടാലും അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചിട്ടാലും നമ്മൾ എത്രയെന്നേ പറയൂ? 5 എന്നേ പറയൂ അല്ലേ? ഓപ്ഷൻ എ 5 ലിറ്റർ വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ കൂടുതൽ SCERT ക്ലാസ്സുകൾക്കായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്